ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ നിയോഗ പ്രാർത്ഥനയുടെ 7ാമത്തെ ദിവസമാണിന്ന്. നമുക്കെല്ലാവരെയും സന്തോഷത്തോടെ ചേർത്ത് നിർത്താം. ഇപ്പോൾ ഇതിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന, കേൾക്കുന്ന ഒരാളെപ്പോലും മാറ്റി നിർത്താതെ ഒരു കാരണത്തിൻ്റെ പേരിലും ജാതി മതഭേദമന്യേ സഭാവ്യത്യാസമന്യേ എല്ലാവരെയും ഈ ദൈവവചനത്തോട് ചേർത്ത് നിർത്തിക്കൊണ്ട് പ്രാർത്ഥിക്കുവാൻ, ദൈവവചനം കേൾക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ഈ 6 ദിവസങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുകയെ, എത്ര അനുഗ്രഹങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. ദൈവത്തിൻ്റെ ഒരു വലിയൊരു അനുഗ്രഹത്തിൻ്റെ മുമ്പിലാണ് നമ്മളുള്ളത്. ദൈവവചനത്തിലൂടെ പ്രഭാതത്തിൻ്റെ ഏറ്റവും ആദ്യ നിമിഷം, ആദ്യ മിനിറ്റ്, അല്ലെങ്കിൽ ആ ദിവസത്തിൻ്റെ മറ്റൊരു സമയത്ത് ഈ വചനം നമ്മളുടെ ചെവികളിലെത്തുമ്പോൾ അതിലൂടെ നമ്മൾ പോലും അറിയാതെ ഒരു അനുഗ്രഹവും നമ്മുടെ ജീവിതത്തിൽ വരുന്നുണ്ട്. നമുക്ക് ഈ 6 ദിവസത്തെ ഒന്ന് ഓർക്കാം. ഇത് എത്രയോ പേര് ഷെയർ ചെയ്തെന്നറിയാമോ? അവരുടെ ഫോണിലൂടെ ഒക്കെ ഷെയർ ചെയ്തു. 100 പേർക്കും 200 പേർക്കും 30 പേർക്കും 10 പേർക്കും അയച്ചു കൊടുത്തവരുണ്ട്. ഒരു നിയോഗത്തോടെ എന്തെല്ലാം കാര്യങ്ങൾ നമ്മൾ അയച്ചു കൊടുക്കുന്നു. നമ്മൾ ദൈവവചനം അയച്ചു കൊടുക്കുന്നത് അതുപോലെയല്ല. അതൊരാളുടെ വേദനയിൽ സൗഖ്യമായും ആശ്വാസമായും അത് മാറുന്നു. കേവലം ചിരിക്കാനുള്ളൊരു വിഷയമല്ല, സൗഖ്യത്തിന് കാരണമാകുന്ന, വിടുതലിന് കാരണമായ വചനങ്ങളാണ് നമ്മുടെ ഫോണിലൂടെ ഗ്രൂപ്പിലേക്കൊക്കെ പോയത്. അവർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഇപ്പോൾ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന 10,000 ലക്ഷക്കണക്കിന് ആളുകളെ ചേർത്ത് നിർത്തിക്കൊണ്ട് ആ ഒരു വലിയ ആത്മീയ സന്തോഷത്തോടെ നിന്ന് നിങ്ങളുടെ നിയോഗം ഒന്ന് എടുത്ത് കയ്യിൽ പിടിച്ച് നമുക്ക് ഒരുമിച്ചൊന്ന് ദൈവത്തെ സ്തുതിക്കാം. ആ നിയോഗത്തെ 1, 2, 3 ഇന്ന് കേൾക്കാൻ പോകുന്ന വചനത്തോട് ചേർത്ത് വയ്ക്കാൻ പോവുകയാണ്. ഇത് പങ്കെടുക്കുന്ന വ്യക്തികളെ, കുടുംബത്തെ, ആയുസ്സിനെ, ആരോഗ്യത്തെ, തലമുറകളെ, യുവതി യുവാക്കളെ, പ്രായമായവരെ, വിവിധ തരങ്ങളിൽ വേദനിക്കുന്നവരെ, ഹോസ്പിറ്റലിലായിരിക്കുന്നവരുണ്ടാകാം, വിവിധ സാഹചര്യങ്ങളിൽ കേൾക്കുന്നവരുണ്ടാകാം, ഒക്കെയുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ച് നിയോഗത്തെ സമർപ്പിച്ച്, കർത്താവേ, ഈ നിമിഷം ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, സ്തുതിച്ച് തന്നെ പ്രാർത്ഥിക്കുന്നു. സാധിക്കുന്നിടത്തോളം ശബ്ദത്തിൽ സാഹചര്യങ്ങൾ അനുവദിക്കുന്നത് പോലെ ഒന്ന് ദൈവത്തെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഒന്ന് പ്രാർത്ഥിച്ചു തുടങ്ങിയ മനസ്സിലാണെങ്കിൽ ഒന്ന് സ്തുതിച്ചേ. യേശുവേ, നന്ദി, എല്ലാ മഹത്വവും ദൈവത്തിന് കൊടുത്തേ. ഈ പ്രഭാതത്തിൽ ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ നിറയട്ടെ. നമ്മുടെ കുറവുകളും പാപങ്ങളും ദൈവമേ ഞങ്ങളോട് പൊറുക്കണമേ, ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവെ അനുഗ്രഹിക്കണമേ. ആ തിരിച്ചോരത്തുള്ളി കൊണ്ട് ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് മറുപടി നൽകണമേ. പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, വചനത്തിലേക്ക് മുമ്പ് ആ നിയോഗത്തിൻ്റെ പേപ്പർ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് കയ്യിൽ പിടിക്കുക. ദൈവവചനം എടുത്തു വയ്ക്കുക. അതിനുശേഷം നിയോഗ പ്രാർത്ഥന ഒരു പ്രാവശ്യം ഒന്ന് ചെല്ലിക്കുക. 3 നിയോഗത്തിന് വേണ്ടി. എന്താ നിയോഗ പ്രാർത്ഥന? യേശുവേ, എൻ്റെ ഈ 3 നിയോഗത്തെയും സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. യേശുവിൻ്റെ നാമത്തിലൊന്ന് പ്രാർത്ഥിച്ച് ആ നിയോഗം യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്തേ. വിശ്വാസത്തിൽ പ്രാർത്ഥനയോടെ ഇരുന്നേ. അനേകായിരങ്ങളൊപ്പം പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് നിയോഗങ്ങളെ യേശുവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്ത് ദൈവമേ, അവരുടെ ജീവിതത്തിൽ അത്ഭുതത്തിനും അടയാളത്തിനും സൗഖ്യത്തിനും വിടുതലിനും കാരണമാക്കിക്കൊണ്ടിരിക്കുന്നതിന് നന്ദി പറയുന്നു. ഈ വചനത്തിലൂടെ ശരീരത്തിന് തന്നെ ഒരു ശക്തിയും അഭിഷേകവും ഉണ്ടാകട്ടെ. ജീവിതത്തിനൊരു ടേണിംഗ് പോയിന്റ് ആകട്ടെ. ഒരു വഴിത്തിരിവിന് കാരണമാകട്ടെ ഈ വചനം. പ്രാർത്ഥിക്കുന്നു. ദൈവവചനം എടുക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19, 20 വാക്യങ്ങൾ. ബൈബിളുണ്ടോ കയ്യിൽ? ഇല്ലെങ്കിൽ ആ വചനം ഒന്നെടുത്തേ. എന്നിട്ട് ആ ഭാഗവും തുറന്നേ. വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 19, 20 വാക്യങ്ങൾ ഒന്നെടുത്തു വെച്ച് ആ നിയോഗത്തിൻ്റെ പേപ്പറും സൈഡിലിരിക്കട്ടെ. എഴുതാനുള്ള പേന, ആ ഇന്ന് കേൾക്കുന്ന വചനം കുറിച്ചു വയ്ക്കാൻ ഡയറി, ഇതെല്ലാം എടുത്ത് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ ഒന്നിരിക്കാമോ? കുടുംബമായിരിക്കുന്നവരുണ്ട്, കുഞ്ഞുങ്ങളെ കൊണ്ടിരിക്കുന്നവരുണ്ട്, പ്രാർത്ഥനയോടെ ആയിരിക്കുന്നവരുടെ യുവതി യുവാക്കളുണ്ട്, മാതാപിതാക്കളുണ്ട്. എല്ലാവരെയും ഓർക്കുന്നു. നിങ്ങളെ യേശു കാണുന്നുണ്ട്, യേശു അറിയുന്നു. നിങ്ങളുടെ പ്രാർത്ഥനയും താല്പര്യവും ശ്രദ്ധയും എല്ലാം യേശു കാണുന്നു. യേശു നിങ്ങളെ മനസ്സിലാക്കുന്നു. വചനം വായിക്കുകയാണ്. 19-ാമത്തെ വാക്യം. ആഴ്ചയുടെ ആദ്യ ദിവസമായ അന്നു വൈകിട്ട് ശിഷ്യന്മാർ യഹൂദരെ ഭയന്ന്
കതകടച്ചിരിക്കെ യേശു വന്ന് അവരുടെ മധ്യേ നിന്ന് അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം, നിങ്ങൾക്ക് സമാധാനം. ഞാനും നിങ്ങളോട് ഈ ദൈവവചനവുമായി നിങ്ങളോട് പറയും, നിങ്ങളുടെ കുടുംബത്തെ നോക്കി, നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെ നോക്കി, സാഹചര്യങ്ങളെ നോക്കി പറയട്ടെ, നിങ്ങൾക്ക് സമാധാനം. പൗലോസ്ലീഹയുടെ വലിയൊരു വാക്കാണ്, ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. എന്താഴമുള്ള രണ്ട് വാക്കാ നോക്കിക്കേ. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും നിങ്ങളോടുകൂടെ. ഇവിടെ യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. 20-ാമത്തെ വാക്യം, ഇപ്രകാരം പറഞ്ഞുകൊണ്ട് അവൻ തൻ്റെ കൈകളും പാർശ്വവും അവരെ കാണിച്ചു. കർത്താവിനെ കണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു. 1-2 കാര്യങ്ങൾ എല്ലാവരും എന്നെ ഒന്ന് ശ്രദ്ധിക്കാമോ? യഹൂദരെ ഭയന്ന് യേശുക്രിസ്തുവിൻ്റെ മരണത്തിന് ശേഷം ശിഷ്യന്മാർ ആകെ ഭയപ്പെട്ട് പരിഭ്രാന്തരായി, പേടിച്ചുപോയി. യഹൂദരെ പേടി വരുമ്പോൾ നമുക്ക് എന്തൊക്കെ നഷ്ടപ്പെടും? വിശപ്പ് നഷ്ടപ്പെടും, സന്തോഷം നഷ്ടപ്പെടും, ഒന്ന് ചിരിക്കാൻ പോലും പറ്റില്ല. ഒത്തിരി പേരെന്നെ കേൾക്കുന്നവരങ്ങനെയാ. പല ഭയമുണ്ട്, പലതിനെക്കുറിച്ചും ഭയപ്പെട്ടായിരിക്കുന്നു. കഥ കടച്ചിരിക്കുന്നവരുണ്ട്, വിഷമിച്ചിരിക്കുന്നവരുണ്ട്. ഒരാൾ പറഞ്ഞു, ശരീരത്തിന് 65 കിലോ ഭാരം, എൻ്റെ സങ്കടമുള്ള മനസ്സിൻ്റെ ഭാരം 100 കിലോ ആണെന്ന് എനിക്ക് തോന്നുന്നു. എന്നേക്കാൾ ഭാരമാ എൻ്റെ സങ്കടമുള്ള മനസ്സിന്. ഭയം, പേടി, അസ്വസ്ഥത എല്ലാം ഉണ്ടായിരുന്നു അവിടെ. പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നുണ്ട്, കഥ കടച്ചിട്ടും യേശു അവരുടെ മധ്യേ വന്ന്. അപ്പോൾ എവിടെയാ മധ്യേ എന്ന് പറഞ്ഞാൽ? യേശു അവരുടെ നടുക്കോട്ട് വന്ന് കടന്നു ചെന്നു. പ്രിയപ്പെട്ടവരെ, നിങ്ങളും എവിടെയേലും ഭയപ്പെട്ടിരിക്കുകയാണോ? വേദനിച്ചിരിക്കുകയാണോ? ഒറ്റപ്പെട്ടിരിക്കുകയാണോ? ഇനി എന്തു ചെയ്യുമെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണോ? ഇതാ യേശു നിങ്ങളെ മനസ്സിലാക്കുന്നു. യേശു നിങ്ങളുടെ നടുക്കോട്ട്, മധ്യത്തിലേക്ക്, നടുക്കോട്ട് വരുന്നു. യേശു നിങ്ങളുടെ നടുവിലേക്ക്, നടുക്ക്, മധ്യത്തിലേക്ക്. എനിക്കത് എങ്ങനെ പറഞ്ഞു തരണമെന്നറിയില്ല. അവർ ഭയപ്പെട്ടിരിക്കുകയാണ്. അവരുടെ നടുക്ക് യേശു വന്നു അവരുടെ മധ്യത്തിൽ. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളുടെ, ശുശ്രൂഷകളുടെ, കുടുംബത്തിൻ്റെ എല്ലാ സെൻറ്ററിൽ ദൈവം വരണം. നിങ്ങളുടെ നിയോഗത്തിൻ്റെ ആ സെൻറ്ററിൽ, ആ നടുക്ക് ദൈവം വരുമ്പോൾ പിന്നീട് കരഞ്ഞു എന്നാണോ, നിലവിളിച്ചു എന്നാണോ? ശിഷ്യന്മാർ സന്തോഷിച്ചു എന്നാണ്. അപ്പൊ എന്തൊക്കെ സന്തോഷിക്കണേ? എന്തൊക്കെ? ഭയം മാറി, പേടി മാറി, അസ്വസ്ഥത മാറി, ടെൻഷൻ മാറി, ഇരുട്ട് മാറി. അതെല്ലാം മെഴുക് അഗ്നിയിൽ ഉരുകുന്നത് പോലെ ദൈവസാന്നിധ്യം വന്നപ്പം അവിടെ വലിയ വിടുതലുകൾ നടന്നു കഴിഞ്ഞു. 20-ാം വാക്യത്തിൽ ഭയപ്പെട്ടു എന്നാണെങ്കിൽ 21-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സന്തോഷിച്ചു എന്നാണ്. അവർ സന്തോഷിച്ചു. ഒരു 2 വാക്കിന്റെ പുറകിൽ പേടിച്ച് ഭയപ്പെട്ട് കതകടച്ചിരിക്കുമായിരുന്നു. ഒന്ന് മിണ്ടാൻ പോലും പേടിച്ചിരിക്കുക. പക്ഷെ 21-ാമത്തെ വാക്യം, യേശു വന്നപ്പോഴോ പേടിയെല്ലാം മാറി, സന്തോഷം വന്നു. ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ഇറങ്ങി വരട്ടെ. ദൈവം ഇറങ്ങി വരുന്നൊരു ദൈവമാണ്. ഇങ്ങനെ ഇറങ്ങി വരുന്നൊരു ദൈവത്തെയാണ്, ഒരു യേശുവിനെയാണ് ഞാനും നിങ്ങളും സ്നേഹിക്കുന്നത്, ആരാധിക്കുന്നത്. കാഴ്ചക്കാരനെ പോലെ അപ്പുറത്ത് മാറി നിൽക്കുന്നൊരു ദൈവത്തിൻ്റെ വചനമല്ല കേൾക്കുന്നത്. യേശു നിങ്ങളുടെ കുടുംബത്തിലേക്ക് ഇറങ്ങി വരുന്നുണ്ട്. നിങ്ങൾ 3 നിയോഗമൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് എഴുതി വെച്ചവരെ എനിക്കറിയാം. സങ്കടത്തോടെ ആ നിയോഗം പേപ്പറിൽ എഴുതിയപ്പോൾ, ആ പേന കൊണ്ട് അത് എഴുതിയപ്പോൾ കണ്ണിൽ നിന്ന് കണ്ണുനീര് വീണ് ആ പേപ്പർ നനഞ്ഞവരെ എനിക്കറിയാം. ഇത് എഴുതിയപ്പോൾ പോലും അത് ഹൃദയത്തിൽ അത് ഒട്ടിച്ചു വച്ചതുപോലെ ചേർത്ത് വച്ചവരെ എനിക്കറിയാം. ഇതിൽ അത്ഭുതം നടക്കുമെന്ന് 100% വിശ്വസിക്കുന്നവരെ എനിക്കറിയാം. യേശു നിങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരും. കഥ കടച്ചിരിക്കും. ചിലർ പറയും, എനിക്കിതൊന്നും കേൾക്കണ്ട, എനിക്കിതൊന്നും വിശ്വാസമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കഥ കടച്ചിരിക്കുന്ന ഒരാളാണെ പോലും നിങ്ങളുടെ ജീവിതത്തിൻ്റെ നടുക്കോട്ട് യേശു വരുന്ന ദിവസമാണ്. ആ നിയോഗത്തിലേക്ക് യേശു വരുന്ന സമയമാണ്. ഈ പ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുമ്പോണ്ടല്ലോ, ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി സൈഡിൽ നിൽക്കുന്ന, ഒതുങ്ങി നിൽക്കുന്ന നടുക്കോട്ട് വന്നു. ആ സെന്ററിൽ ദൈവസാന്നിധ്യം, അതിന് നടുക്ക് ദൈവസാന്നിധ്യം വന്നപ്പം അവരെല്ലാവരും സന്തോഷിച്ചു. നിങ്ങൾ എവിടെയെങ്കിലും അസ്വസ്ഥതയിലാണോ, ടെൻഷനായിട്ടിരിക്കുവാണോ? ഇതാ യേശുവിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ നടുക്കോട്ട് ഇറങ്ങി വരുന്നു.
നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളൊക്കെ നോക്കുമ്പോൾ ശിഷ്യന്മാരെ പോലെ അതേ വിചാരവും വികാരവുമാണ്, ഭയമാണ്. 3 നിയോഗവും വായിച്ചു നോക്കുമ്പോൾ ഇതിനെ ഓർത്ത് ഭയവും ടെൻഷനും ആകുലതയും വെപ്രാളവും എല്ലാം കൊണ്ടാണ് നിറഞ്ഞിരിക്കുന്നത്. അങ്ങനെ കഥകടച്ചിരിക്കുന്നവരാണ് നമ്മളും. പക്ഷേ ഇതാ യേശുവിൻ്റെ സാന്നിധ്യം ഈ വചനത്തിലൂടെ എൻ്റെയും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നു. ഇറങ്ങി വന്നിട്ട് സന്തോഷിക്കാൻ ഒരു കാരണവുമില്ലാതെ കഥകടച്ചിരുന്ന അവരുടെ ജീവിതത്തിൽ എന്തു വന്നു? തീയിൽ മെഴുകുന്നത് പോലെ പ്രശ്നങ്ങൾ അങ്ങ് ഉരുകിപ്പോയി. സന്തോഷം വന്ന്, സമാധാനം വന്ന്. യേശു പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. യേശു വഴക്കാണോ പറഞ്ഞത്? നിങ്ങൾ എന്ത് മനുഷ്യരായി? ഈ 3 വർഷം എൻ്റെ കൂടെ നടന്നിട്ട് ഇങ്ങനെയാണോ കഥകടച്ചിരിക്കാനാണോ ഞാൻ പഠിപ്പിച്ചത്? കുറ്റപ്പെടുത്തുകയോ വഴക്ക് പറയുകയോ അല്ല ചെയ്തത്. നിങ്ങൾക്ക് സമാധാനം എന്നാ പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇറങ്ങി വരുന്നൊരു ദൈവമുണ്ട്. ഇനി ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, ലക്ഷക്കണക്കിന് കുടുംബാംഗങ്ങളെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, യേശുവിൻ്റെ സ്നേഹത്തിൻ്റെ ആ കുടക്കീഴിൽ നിങ്ങളെ ചേർത്ത് നിർത്തിക്കൊണ്ട് പറയട്ടെ, ഇങ്ങനെ കഥ കടച്ചിരുന്ന കുറച്ച് പേര് ഇങ്ങനെ ഒരു സ്ഥലത്ത് വിഷമിക്കുന്നുണ്ടെന്ന് യേശുവിനോട് ഇതാരാ പറഞ്ഞേ? യേശു അറിഞ്ഞില്ലേ? അത് യേശു മനസ്സിലാക്കി അവിടെ വന്നില്ലേ? അതാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട്. എവിടെയാണോ നിങ്ങൾ വിഷമിച്ച് കഥ കടച്ചിരിക്കുന്നത്, തലകുനിച്ച് തകർന്നിരിക്കുന്നത്, നിങ്ങളെ കാണുന്നൊരു ദൈവം, ഒരു യേശുവുണ്ട്. ആ യേശു ഇന്നും ജീവിക്കുന്നുണ്ട്. നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരു യേശു ഇന്നുമുണ്ട്. നിങ്ങളെ സ്വീകരിക്കുന്ന ഒരു യേശുവുണ്ട്. നിങ്ങളെ മറക്കാത്തൊരു ദൈവമുണ്ട്. നിങ്ങളെ ഉപേക്ഷിക്കാത്തൊരു ദൈവമുണ്ട്. യേശു ഇങ്ങനെ ചിന്തിച്ചോ? അവർ ഇത്രയും നാൾ എൻ്റെ കൂടെ ഇരുന്നിട്ട് ഇങ്ങനെ ഭയമൊക്കെ ആയിട്ട് അവിടെ ഇരിക്കട്ടെ, കുറച്ച് നാൾ പേടിച്ചിരിക്കട്ടെ, കുറച്ച് ദിവസം കഴിയട്ടെ. ഇതൊന്നുമല്ല, നമ്മൾ മാനുഷികമായി ചിലപ്പോൾ ഇങ്ങനെ കോർത്തുനിരിക്കും. യേശു അവരുടെ മധ്യത്തിലേക്ക് ഇറങ്ങിച്ചെന്നു. പ്രിയപ്പെട്ടവരെ, എല്ലാ കുടുംബങ്ങളെയും ഈ നിയോഗ പ്രാർത്ഥനയോട്, ഈ വചനത്തോട് ചേർത്ത് വയ്ക്കുകയാണ്. ഈ വചനത്തിൻ്റെ, ഈ യോഹന്നാന്റെ സുവിശേഷം 20 അധ്യായത്തിൽ വേണം നിങ്ങൾ എഴുതി വെച്ച നിയോഗങ്ങൾ ഇന്ന് ആ വചനത്തിൻ്റെ ആ പേജിൽ വയ്ക്കണം, അവിടെ ഇരിക്കട്ടെ. യേശു ഇന്ന് ആ നിയോഗത്തിൻ്റെ മേൽ ഇറങ്ങി വരും. ആ നിയോഗത്തിൻ്റെ മേൽ യേശു വന്നിട്ട് പറയും, സമാധാനം, സന്തോഷം ഉണ്ടാകട്ടെ. സങ്കടത്തോടെ വിഷമിച്ച് വേദനിച്ച് ഭാരപ്പെട്ട് എഴുതിയതാണ്, പ്രതീക്ഷയോടെ എഴുതിയത്. ഇന്ന് യേശു അതിനെ നോക്കിയിട്ട് പറയുക, ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ, സമാധാനം ഉണ്ടാകട്ടെ. ശിഷ്യന്മാർ അത്യധികം സന്തോഷിച്ചു. സന്തോഷം അവിടെ വന്നു. ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ വരുമ്പോൾ, ദൈവം ആ ജീവിതത്തിൽ വരുമ്പോൾ സന്തോഷം ഉണ്ടാകും. എനിക്കറിയാം, എന്നെ കേൾക്കുന്ന ചിലർ കുടുംബ ബന്ധങ്ങൾ തകർന്നവരാണ്. വഴിതെറ്റിപ്പോയ മക്കളുണ്ട്. എത്രയൊക്കെയോ പഠിച്ചു, പരീക്ഷ എഴുതി, പക്ഷെ അവർക്കൊന്നും എവിടെ എത്താൻ കഴിയാത്ത നിലയിൽ വിഷമിക്കുന്നവരുണ്ട്. വലിയ സാമ്പത്തിക ഭാരം അനുഭവിക്കുന്നവരുണ്ട്. ഇതാ നിങ്ങളുടെ ജീവിതത്തിലേക്ക് യേശു വരുന്ന ഒരു 7-ാം ദിവസമാണെന്ന് നിങ്ങൾക്കൊരു സാക്ഷ്യം പറയാനുണ്ടാകട്ടെ. ജീവിതത്തെ യേശുവിൻ്റെ കരങ്ങളിലേക്കൊന്ന് കൊടുത്ത്, ആ നിയോഗത്തെ, ആ ദൈവത്തിൻ്റെ വചനമൊക്കെ ഒന്ന് മടിയിൽ തുറന്നു വെച്ച്, ആ നിയോഗത്തെ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് ആ വചനത്തോട് ചേർത്ത് വെച്ചിട്ട് പറഞ്ഞ്, ഇതുപോലെ കഥകടച്ച് പേടിച്ചും ഭയപ്പെട്ടും അസ്വസ്ഥരായിരിക്കുന്ന ഒരാളാണ് ഞാൻ, ഒരു കുടുംബമാണ് എൻ്റേത്. കർത്താവേ, എൻ്റെ കുടുംബത്തിൻ്റെ നടുക്ക്, എൻ്റെ കുടുംബത്തിൻ്റെ മധ്യത്തിൽ, എൻ്റെ കുടുംബത്തിൻ്റെ സെൻറ്ററിലേക്ക് യേശുവേ നീ ഇപ്പോൾ വരണം. ഞാൻ പലതിലും ഭയവും ടെൻഷനും, എനിക്ക് മറ്റാരും ഇല്ല കർത്താവേ. പൊട്ടിത്തകർന്നു പോയൊരു ജീവിതമാണ് എൻ്റേത്. എൻ്റെ ഭാവി ഇരുട്ടാണ്. എനിക്ക് നാളെയെക്കുറിച്ച് ഓർക്കുമ്പോൾ എൻ്റെ ഉറക്കമാണ് നഷ്ടപ്പെടുന്നത്. എനിക്ക് ഭക്ഷണം പോലും കഴിക്കാൻ പറ്റുന്നില്ല. ഒരാളുടെ മുമ്പിൽ എനിക്ക് ചിരിക്കാൻ പോലും കഴിയുന്നില്ല. ആരോടും സംസാരിക്കാൻ പോലും എനിക്ക് കഴിയുന്നില്ല. ഒരാളുടെ മുഖത്ത് നോക്കാൻ പോലും എനിക്ക് പറ്റുന്നില്ല. പലരെയും ഫേസ് ചെയ്യാൻ പറ്റുന്നില്ല. അവരുടെ ചെറിയ വാക്കുകൾ പോലും എന്നെ വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. കർത്താവ്, എൻ്റെ ജീവിതത്തിൻ്റെ സെൻറ്ററിലേക്ക് ഇന്ന് ദൈവം വരുമ്പോൾ നിങ്ങൾ പറയും, നിങ്ങൾ അത്യധികം സന്തോഷിക്കാൻ, അത്യധികം സമാധാനം അനുഭവിക്കാൻ സാധിക്കട്ടെ. ആ നിയോഗത്തെ വെച്ച് നിയോഗ പ്രാർത്ഥന നമ്മൾ ചൊല്ലുകയാണ്. 1-ാം നിയോഗത്തെ ഓർത്ത് ഒരു പ്രാവശ്യം പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, ഈ പ്രിയപ്പെട്ട ലക്ഷക്കണക്കിന് പ്രിയപ്പെട്ടവർ, അങ്ങയെ സ്നേഹിക്കുന്നവർ, അങ്ങയെ ആരാധിക്കുന്നവർ, അങ്ങയുടെ വചനത്തിനു വേണ്ടി വെളുപ്പാങ്കാലത്ത് എഴുന്നേറ്റ് ആ വചനം സ്വീകരിക്കുന്ന ഈ പ്രിയപ്പെട്ടവരുടെ 1-ാം നിയോഗത്തെ, 2-ാം നിയോഗത്തെ, 3-ാം നിയോഗത്തെ, 1-ാം നിയോഗത്തിന് വേണ്ടി യേശുവേ, ഈ 1-ാം നിയോഗത്തെ സ്വീകരിച്ച് എനിക്കിത് സാധിച്ചു തരണമെന്ന് പ്രാർത്ഥിച്ചു. അതാ നിയോഗ പ്രാർത്ഥന. 2-ാം നിയോഗം, യേശുവേ, എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് ഈ വചനത്തിൻ്റെ ശക്തിയിൽ എനിക്കത് സാധിച്ചു തരണമേ.
ഞാൻ വിശ്വസിക്കുന്നു. യേശുവേ, മൂന്നാം നിയോഗത്തെ സമർപ്പിച്ച് എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച്, അതെഴുതി എൻ്റെ ജീവിതത്തെ സ്വീകരിച്ച്, എൻ്റെ കുടുംബത്തെ സ്വീകരിച്ച്, എൻ്റെ നിയോഗത്തെ സ്വീകരിച്ച് എനിക്കത് സാധിച്ചു തരണമേ. എന്നിട്ട് ആ നിയോഗ പ്രാർത്ഥന 33 പ്രാവശ്യമാണ് ചെല്ലേണ്ടത്. ഒരു നിയോഗത്തിന് വേണ്ടി 11 പ്രാവശ്യം വീതം. ഒന്നാം നിയോഗത്തെ സമർപ്പിച്ച് നിങ്ങൾ ഈ പ്രാർത്ഥന കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലണം. നിയോഗ പ്രാർത്ഥന ചൊല്ലണം. സാക്ഷ്യമായിട്ട് വരും. നിയോഗ പ്രാർത്ഥന ദൈവവചനത്തോട് ചേർത്ത് വെച്ച് ഇന്ന് സമയം കിട്ടുമ്പോഴൊക്കെ ഈ വചനം പലപ്പോഴായി ഓർക്കുകയും ആ നിയോഗ പ്രാർത്ഥന ചൊല്ലുകയും ചെയ്യുക. ഈ സാധിക്കുന്നവരെല്ലാം ഈ മെസ്സേജ്, ഒത്തിരി പേർക്ക് അറിയത്തില്ല കേട്ടോ, ഇതെങ്ങനെയാണ് കിട്ടുന്നത്, ഫോണൊന്നും ഒത്തിരി കൈകാര്യം ചെയ്യാൻ അറിയാത്തവർ ഒത്തിരി പേരുണ്ട്. ഇപ്പോഴും ചോദിക്കുന്നവരുണ്ട്, എങ്ങനെയാണ് കിട്ടുക, ഞങ്ങൾക്കിത് കിട്ടുന്നില്ലല്ലോ. നിങ്ങളുടെ ഫോണിലൂടെ അത് സാധിക്കുന്നവരിലേക്ക് ഷെയർ ചെയ്യുമ്പോൾ ഒത്തിരി പേര്, നമ്മളറിയാത്തവർ, കണ്ടിട്ടില്ലാത്തവർ, വേദനിച്ചിരിക്കുന്നവരൊക്കെ, വിഷമിച്ചവർ ഒത്തിരി പേരുണ്ട്. കാണുമ്പോൾ എല്ലാവരുടെയും മുഖമൊക്കെ ചിരിച്ചാണേലും ഒത്തിരി പേര് സങ്കടത്തിലാന്നേ. അവർക്കൊക്കെ അയച്ചു കൊടുക്കുക. അവരുടെ ജീവിതത്തിൽ ആ വചനം കൊണ്ട് അവർ ഉയർത്തെഴുന്നേൽക്കട്ടെ. അതൊരു ദൈവവചന ശുശ്രൂഷയാണ്, ഒരാത്മീയ ശുശ്രൂഷയാണ്. ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമായി ഞാനും എൻ്റെ കുടുംബവും മാറുക. നിയോഗ പ്രാർത്ഥന ചെല്ലണം, അത് മറക്കരുത്. ഓരോ നിയോഗത്തിന് വേണ്ടി നിയോഗ പ്രാർത്ഥന ചെല്ലുക. നാളെ 8ാമത്തെ ദിവസമാണ്. ഇന്നലത്തേതിനേക്കാൾ നാളെ അനുഗ്രഹമാക്കി മാറ്റണം. എല്ലാവരും വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന ലക്ഷക്കണക്കിനാണ്. നിങ്ങളതിൻ്റെ എത്ര പേര് കണ്ടു നോക്കുമ്പോൾ അറിയാം, ലക്ഷക്കണക്കിന് ആളുകളാണ് ഈ വചനം ഏറ്റെടുത്തിരിക്കുന്നത്, ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നത്. അവരുടെ ഒരു കുടക്കീഴിൽ ഇങ്ങനെ നിന്ന് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, രാജ്യങ്ങളിൽ വചനം കേൾക്കുകയാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷമുണ്ട് നിങ്ങളുടെ മുമ്പിൽ ഒരു ശുശ്രൂഷകൻ എന്ന നിലയിൽ നിയോഗത്തോടെ നിൽക്കാൻ. പ്രാർത്ഥിക്കുന്നു. ഈ 1-ാം ദിവസത്തിൻ്റെ അനുഗ്രഹവും ആശീർവാദവും തരട്ടെ കർത്താവായ യേശുവേ. ഈ നിയോഗ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്ന ഈ ലക്ഷക്കണക്കിന് വ്യക്തികളെ, പ്രായവ്യത്യാസമന്യേ, ഏറ്റവും പ്രായം കുറഞ്ഞൊരു കുഞ്ഞു മുതൽ ഏറ്റവും പ്രായമുള്ള ഒരാൾ വരെ, ആരൊക്കെയാണ്, ലോകത്തിൻ്റെ ഏത് രാജ്യത്തായിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തായിക്കൊള്ളട്ടെ, വചനം കേട്ട് പ്രാർത്ഥിക്കുന്ന, നിയോഗം സമർപ്പിക്കുന്ന ഓരോ നിയോഗത്തിൻ്റെ മേലും വിശ്വാസത്തോടെ കുരിശിൻ്റെ ഒരു അടയാളം വരച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു. യേശുവിൻ്റെ നാമത്തിൽ ആ നിയോഗം അത്ഭുത സാക്ഷ്യമായി മാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത രോഗസൗഖ്യങ്ങൾ സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബങ്ങൾ ശക്തമായി അനുഗ്രഹിക്കപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ വലിയ വിടുതലുകളും മാനസാന്തരങ്ങളും സംഭവിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അനേകം വിശ്വാസ ബോധ്യത്തിൽ വളരുന്ന ലക്ഷക്കണക്കിന് കുഞ്ഞുങ്ങൾ എഴുന്നേറ്റ് വരട്ടെ. ആരാധിക്കുന്നൊരു തലമുറ എഴുന്നേറ്റ് വരട്ടെ. ദൈവവചനത്തിന് വേണ്ടി നിലകൊള്ളുന്ന ലക്ഷക്കണക്കിന് ആളുകൾ പരിശുദ്ധാത്മാവിൽ ഉണരട്ടെ. പ്രാർത്ഥിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി. കർത്താവേ, അങ്ങയുടെ നാമത്തിൽ ആശീർവദിച്ച് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടവരെ അനുഗ്രഹിക്കണമേ. അവരുടെ ജീവിതത്തെ, യാത്രകളെ, അധ്വാനങ്ങളെ, ജോലിയെ, വരുമാനത്തെ, പഠനത്തെ, പ്രാർത്ഥനാ നിയോഗങ്ങളെ അങ്ങ് സ്വീകരിക്കണമേ. ദീർഘായുസ്സും നല്ല ആരോഗ്യവും ഈ പ്രിയപ്പെട്ടവർക്ക് നൽകണമേ. ദൈവവചനത്തിൻ്റെ സന്തോഷവും സമാധാനവും ഇവരിൽ നിറയട്ടെ. രോഗങ്ങളിൽ നിന്നും, അപകടങ്ങളിൽ നിന്നും, ദുർമരണത്തിൽ നിന്നും, ആപത്തനർത്ഥങ്ങളിൽ നിന്നും, പരാജയങ്ങളിൽ നിന്നും, നഷ്ടങ്ങളിൽ നിന്നും, ചതിയിൽ നിന്നും, വഞ്ചനയിൽ നിന്നും ദൈവത്തിൻ്റെ അത്ഭുതകരം നിങ്ങളെ സംരക്ഷിക്കട്ടെ. ദൈവത്തിൻ്റെ ഇടപെടലുകൾ നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയട്ടെ. നിങ്ങളിലൂടെ അനേകർ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തിൻ്റെ ആഴവും അറിയാൻ, അനുഭവിക്കാൻ ഇടവരട്ടെ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ചേൽപ്പിക്കുന്നു. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.